ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു BS6 KTM Duke 390 ആയിട്ടാണ്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞു. ഓൾമോസ്റ്റ് 20,000 കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു 3 ഇയർ ഓണർഷിപ്പ് വീഡിയോ അങ്ങ് ചെയ്തേക്കാം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് BS6 Duke 390 എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. എല്ലാവർക്കും ആശങ്കയുള്ളൊരു കാര്യമായിരിക്കും വണ്ടിയുടെ സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ Duke 390യെ സംബന്ധിച്ച് ഒരു 3,500 റുപ്പീസാണ് സർവീസ് കോസ്റ്റ് വരിക. അതൊരു എവറി 6 months ആണ് വരിക. അതായത് ഒരു വർഷം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 7,000 റുപ്പീസാണ് KTMൻ്റെ ഓത്തറൈസ് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് സർവീസ് ചെയ്യാൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചിലവ്. ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ഓത്തറൈസ് സർവീസ് സെൻറ്റർ തന്നെ സർവീസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു 3 വർഷം കംപ്ലീറ്റ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20,000 കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓത്തറൈസ് സർവീസ് സെൻറ്റർ തന്നെയാണ് സർവീസ് എല്ലാം ചെയ്തിട്ടുള്ളത്. Duke 390 ഒരു ഹൈ റേവിംഗ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും 5 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ്. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇൻസിഡൻറ്റ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ വൈബ്രേഷനാണ്. അതിപ്പോൾ ഇതിന് മുന്നത്തെ ജനറേഷൻ ആയിക്കോട്ടെ, BS4 ആണെങ്കിലും BS3 ആണെങ്കിലും അത്യാവശ്യം വൈബ്രേഷൻ വണ്ടിക്ക് കൂടുതലാണ്. എനിക്ക് ഉണ്ടായൊരു അനുഭവമാണ്. അതൊരു BS3 Duke എന്നായിരുന്നു. അങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ക്രാഷ് കാർഡ് അങ്ങ് അഴിഞ്ഞു പോയി. വൈബ്രേഷൻ കൂടി എൻ്റെ നട്ട് പൊട്ടിപ്പോവുക ചെയ്തത്. കുടിയിലൊന്നും വീണിട്ടൊന്നുമില്ല. നേരെ റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സൗണ്ട് കേട്ടു. വണ്ടി നിർത്തി തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നതാണ് ലെഫ്റ്റ് സൈഡ് ക്രാഷ് കാർഡ് വീണ് പോയി കിടക്കുന്നതാണ്. ഈ വണ്ടിയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഇതേപോലെ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. മിറർ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഈ ലിവർ നേരെ താഴ്ത്തിക്ക് പോയി. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ നട്ട് ലൂസായതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ റേവിംഗ് എഞ്ചിൻ ആയതുകൊണ്ട് എല്ലാ നട്ടും ബോൾട്ടൊക്കെ ഒന്ന് ഇളകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എല്ലാം ഇൻ പ്ലേസ് ആണല്ലോ എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി എവറി ഒരു 3 months അല്ലെങ്കിൽ 4 months കൂടുമ്പോൾ വണ്ടിയിൽ കാണുന്ന സകലമാന നട്ടും ബോൾട്ടും ഒന്ന് ടൈറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ എവറി 6 months സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ ഡ്യൂക്കിന് കുറേ കൂടി റിഫൈൻമെൻറ്റ് കൂടുതലാണ്. ഇത്രത്തോളൊന്നും വൈബ്രേഷൻ ആ വണ്ടിയിലില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. BS3 ഡ്യൂക്ക് ഓടിച്ചവർക്ക് BS4 ഇഷ്ടമല്ല. BS4 ഓടിച്ചിരുന്ന ആൾക്കാർക്ക് BS6 ഇഷ്ടമല്ല. ഇപ്പോൾ BS6 Duke 390 ഓടിക്കുന്ന ആൾക്കാർക്ക് പുതിയ ജനറേഷൻ ഡ്യൂക്ക് ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇഷ്ടക്കുറവ് തോന്നും. ആ റിഫൈൻമെൻറ്റ് കൂടുന്തോറും ആ റോ പവറിൻ്റെ ഒരു ഫീൽ കുറഞ്ഞു വരാണല്ലോ. അതാണ് ആ ഇഷ്ടക്കുറവ് വരാനുള്ള മെയിൻ കാരണം. അടുത്ത പറയാനുള്ളതാണ് എൻ്റെ ബ്രേക്ക് പാഡ്സ്. Duke 390 സ്റ്റോക്ക് വരുന്നത് ഫ്രണ്ട് സിൻറ്റഡ് ബ്രേക്ക് പാഡ്സ് ആണ്. അതിൻ്റെ കോസ്റ്റ് വരുന്നത് 2,900 റുപ്പീസാണ് ഇൻക്ലൂഡിംഗ് ലേബർ. റെയർ ബ്രേക്ക് പാഡ്സ് സിൻറ്റഡ് അല്ല, നോർമൽ ബ്രേക്ക് പാഡ്സ് ആണ് വരുന്നത്. നിയർലി 600-650 റുപ്പീസാണ് വരുന്നത്. അടുത്തത് പറയാനുള്ളതാണ് ഈ വണ്ടിയുടെ ടയേഴ്സ്. ഇതിലിപ്പോൾ കിടക്കുന്നത് അപ്പോളോയുടെ ആൽഫ H1 സീരീസ് ആണ്. ഇതിന് മുന്നേ 2 വർഷം കിടന്നിരുന്നത് മെറ്റ്സലറാണ്. ഈ വണ്ടി സ്റ്റോക്ക് വന്നിരുന്നത് മെറ്റ്സലറിൻ്റെ ടയേഴ്സ് തന്നെയാണ്. ഇതിപ്പോൾ ഈ വണ്ടിയുടെ 3rd pair ഓഫ് ടയേഴ്സ് ആണ്. മെറ്റ്സലേഴ്സ് ആയിരുന്നപ്പോൾ ഒരു 10,000 കിലോമീറ്റേഴ്സ് ഒക്കെയാണ് ലൈഫ് കിട്ടിക്കൊണ്ടിരുന്നത്. റേറ്റും കുറച്ച് കൂടുതലാണ്. റയർ ടയറിന് മാത്രം വന്നുകൊണ്ടിരുന്നത് 10,500 റുപ്പീസാണ്. ഫ്രണ്ട് ആകുമ്പോൾ 7,500. അപ്പോളോ ടയേഴ്സിലോട്ട് സ്വിച്ച് ചെയ്ത് 2 ടയേഴ്സും കൂടി നിയർലി 12,000 റുപ്പീസിനാണ് കിട്ടിയത്. മെറ്റ്സലേഴ്സിൻ്റെ റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് അന്യായമാണ്. അതിപ്പോൾ ഹൈവേയിലാണെങ്കിലും ശരി, ട്രാക്കിലാണെങ്കിലും ശരി. ഈ ബൈക്ക് പുള്ളി ഇടയ്ക്ക് ട്രാക്കിൽ ഇറക്കാറുള്ളതാണ്. അപ്പോൾ മെറ്റ്സലിൻ്റെ ടയർ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോഴും അറിയില്ല, അതിപ്പോൾ റീസെൻ്റ്ലി മാറിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് 2 weeks ആയിട്ടേ ഉള്ളൂ. ഹൈവേ റൈഡ്സ് എവിടെയും നമ്മൾ പോയിട്ടില്ല. ഞാൻ ഇത്രയും ദൂരം ഓടിച്ചിറന്നതിൽ എസ്പെഷ്യലി ഈ മഴക്കാലത്ത് റോഡിൽ മണ്ണും ചെളിയൊക്കെ കൂടി കിടക്കുമ്പോൾ മെറ്റ്സലറിനേക്കാളും കുറേ കൂടി ഒരു വെറ്റ് ഗ്രിപ്പ് ഇതിന് കൂടുതലുള്ള പോലെ തോന്നി എനിക്ക്. ഹൈവേയിലും ട്രാക്കിലും പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഇതിൻ്റെ ഓണർ ഈ പറഞ്ഞ പോലെ 2 ആഴ്ചയായിട്ടുള്ള ടയർ മാറിയിട്ട് പുള്ളി എവിടെയും ലോങ്ങൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് പറയാറായിട്ടില്ല. അപ്പോൾ ആൽഫ H1 യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻസ് നിന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. പിന്നെ നമുക്കൊരു കൺസേൺ ഉണ്ടാകാൻ പോകുന്നതാണ് എൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ്. സർവീസ് സെൻറ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആവറേജ് ലൈഫ് വരുന്നത് ഒരു 8,000-9,000 കിലോമീറ്റേഴ്സ് ആണ്. ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് ആദ്യമായിട്ട് മാറുന്നത് 17,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ്. അത് മെയിൻലി ഈ വണ്ടി കൂടുതലും ഹൈവേസിൽ മാത്രമാണ് ഓടാറുള്ളത്. സിറ്റി യൂസ് വളരെ മിനിമലാണ്. അതൊരു റീസൺ തന്നെയാണ് ഇത്രയും ലൈഫ് കിട്ടാനായിട്ട്. ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് നിയർലി ഒരു 5,000 റുപ്പീസാണ്. പിന്നെ ഈ വണ്ടിയിൽ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് BMCയുടെ ഒരു പെർഫോമൻസ് എയർ ഫിൽറ്ററാണ്. അതിൻ്റെ പ്രൈസ് നിയർലി ഒരു 6,000 റുപ്പീസാണ് വരുന്നത്. ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ ആക്കർ പൗച്ച് അല്ല, ഫസ്റ്റ് കോപ്പിയാണ്. അന്ന് നിയർലി ഒരു 6,500 റുപ്പീസ് കൊടുത്താണ് ഇത് മേടിച്ചത്. ഈ കാണുന്ന ബെൻ പൈപ്പ് നമ്മൾ വേറെ ചെയ്തെടുത്തതാണ്. അതിന് നിയർലി അന്ന് ഒരു 6,000 റുപ്പീസ് ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നാം എന്താണ് ഈ ബെൻഡ് ചളങ്ങിയിരിക്കണമെന്നുള്ളത്. അത് പുള്ളി ഒരിക്കൽ ട്രാക്കിലൊന്ന് വീണതാണ്. ആ വീണതിൻ്റെ ഇമ്പാക്റ്റിൽ ഇവിടെ ഒന്ന് ഹോൾ ആയിട്ടുണ്ടായിരുന്നു. അത് വെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്തതാണ്. നമ്മൾ എക്സോസ്റ്റ് ചെയ്തത് ഇവിടെ ബാംഗ്ലൂരിലുള്ള ഒരു ആക്സറി ഷോപ്പിൽ നിന്നാണ്. പക്ഷെ അന്ന് അവർ തന്ന ബെൻ പൈപ്പ് ആക്ച്വലി കറക്റ്റ് ഫിറ്റ് ആയിരുന്നില്ല. അപ്പോൾ കുറേ പവർ ലോസ് വരുന്നുണ്ടായിരുന്നു. ഈ ബെൻ പൈപ്പ് നമ്മളിവിടെ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസിൽ പോയിട്ട് കസ്റ്റമായിട്ട് ചെയ്തെടുത്താണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ എക്സോസ്റ്റ് വെച്ചതിൻ്റെ കറക്റ്റ് ഫീൽ കിട്ടിയത് ഈ ഒരു ബെൻ പൈപ്പ് ചെയ്തതിന് ശേഷമാണ്. നിങ്ങളിപ്പോൾ സ്റ്റോക്ക് എക്സോസ്റ്റ് ആണെങ്കിൽ കൂടിയും BMCയുടെ പെർഫോമൻസ് എയർ ഫിൽറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മിഡ് റേഞ്ച് പഞ്ച് നിങ്ങൾക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു മിഡ് റേഞ്ച് പഞ്ച് ഉണ്ടല്ലോ, അത് ഈ BMCയുടെ ഫിൽറ്റർ വെച്ചതിന് ശേഷം മാറിയ വ്യത്യാസമാണ് വണ്ടിക്ക്. പിന്നെ ചെറിയൊരു ഡ്രോബാക്ക് പറയാനുള്ളത് ഈ ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ആക്കിയതിന് ശേഷം ചെറിയ രീതിക്കുള്ള ഓയിൽ ബേൺ വരുന്നുണ്ട്. ഒരു 1,000-1,200 കിലോമീറ്റേഴ്സ് ഒക്കെ ഓടുമ്പോൾ ഒരു 200-300 ml ഓയിൽ കുറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മര്യാദയ്ക്കൊക്കെ വണ്ടി ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ കുറച്ച് കത്താൻ സാധ്യതയുണ്ട്. BS6 Duke 390 ചെറിയ ഡ്രോബാക്സ് പറയാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്.
അതിലൊന്നാണ് ട്രാക്ഷൻ കൺട്രോൾ. അതിന് ട്രാക്ഷൻ കൺട്രോൾ വരുന്നില്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് 390 ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഈ മഴയത്തൊക്കെ പോകുമ്പോൾ എസ്പെഷ്യലി വെള്ളം ചെളിയൊക്കെ കാണുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ അറിയാണ്ടൊന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് വീൽ സ്പിൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ബോട്ടം ആൻഡ് ടോർക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും പുതിയ ജനറേഷൻ ഡ്യൂക്ക് 390 വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറവാണ്. അതുകൊണ്ട് തന്നെ പുതിയ ജനറേഷൻ ഡ്യൂക്ക് 390 അത്യാവശ്യം നല്ല ഈസിലി ക്രൂസ് ചെയ്ത് കൊണ്ട് നടക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ റൈഡ് ക്വാളിറ്റി കുറെ കൂടി സ്മൂത്തറാണ് പുതിയ ജനറേഷൻ ഡ്യൂക്ക് 390. ഈ ഒരു 3 വർഷത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ക്വിക്ക് ഷിഫ്റ്റർ എപ്പോഴും ആ ഒരു സ്മൂത്ത് സൈഡിലല്ല. വേറെ ഒന്നുമല്ല, എവറി നവ് ആൻഡ് ദെൻ അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്താലേ ക്വിക്ക് ഷിഫ്റ്റർ എപ്പോഴും സ്മൂത്ത് ആയിട്ടിരിക്കുള്ളൂ. ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് റോഡിൽ വെച്ച് ഞാൻ ഒരു RTR 310 കണ്ടായിരുന്നു. ആ വണ്ടിയിൽ ഒരു പുള്ളി ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റൊക്കെ വെച്ച് പുള്ളി ലെഫ്റ്റ് ഹാൻഡ് പുള്ളി താത്തിയിട്ടേക്കാണ്, റൈറ്റ് ഹാൻഡിൽ പുള്ളി വണ്ടി ഇങ്ങനെ ട്രാഫിക്കിൽ ഇങ്ങനെ ഓടിച്ച് പോകുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ പുള്ളി സീറ്റ് വലിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വിക്ക് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് ആ ക്വിക്ക് ഷിഫ്റ്ററിലാണ് പുള്ളി ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് റോഡിൽ വെച്ച് കണ്ട ഒരു RTR 310 നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈവൻ അറ്റ് ലോവർ സ്പീഡ്സ് എൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ അത്യാവശ്യം സ്മൂത്ത് ആണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റാണ്. അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും റെവ് മാച്ച് ചെയ്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് സ്മൂത്ത് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടക്ക് അടി നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതിപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പീഡിലാണെങ്കിലും ഈവൻ സിറ്റി ട്രാഫിക്കിലാണെങ്കിൽ കൂടിയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ടയേഴ്സ് വെയർ ഔട്ടാക്കി വെക്കാതിരിക്കാൻ നോക്കുക. എസ്പെഷ്യലി മൊട്ട ടയറായിട്ട് കൊണ്ടു നടക്കുന്നവർ കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ടയർ വെയർ ഔട്ടായാലും മാറാതെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. BS6 ഡ്യൂക്ക് 390 ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്തിരി കുറവാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷനിൽ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. BS4 ഇതിലും കുറവായിരുന്നു. സ്പീഡ് ബ്രേക്കേഴ്സിലൊക്കെ കയറുമ്പോൾ ഈ അണ്ടർബെല്ലി തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോളോ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. ലഗേജ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്കിൽ പില്ലിൻ ഉണ്ടെങ്കിൽ ഓരോ സ്പീഡ് ബ്രേക്കേഴ്സ് കയറുമ്പോൾ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ സർവീസും കഴിഞ്ഞ് വണ്ടി ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യമുണ്ട്. ഒന്ന്, ക്വിക്ക് ഷിഫ്റ്റർ മര്യാദയ്ക്ക് വർക്കിംഗ് ആണോ എന്നുള്ളത്, അതായത് ക്വിക്ക് ഷിഫ്റ്റർ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇലക്ട്രോണിക്സ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ്സ് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി അത്ര സ്മൂത്ത് ആയിരിക്കില്ല ഓടിക്കാൻ നേരത്ത്. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കേൾപ്പിച്ച് തന്നില്ല അല്ലേ? അത്യാവശ്യം നല്ലൊരു ഗ്രണ്ടാണ്. നമ്മൾ പതുക്കെ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു 5000-6000 RPM കഴിയുമ്പോൾ ഒരു നല്ലൊരു ഗ്രണ്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. RPM കൂടുന്തോറും നല്ലൊരു സ്വീറ്റ് സൗണ്ടിങ് എക്സോസ്റ്റാണ്. നിങ്ങൾക്ക് ആ എക്സോസ്റ്റ് നോട്ട് കേൾക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. BS6 ഡ്യൂക്ക് 390 ഒരു 3 ഇയർ ഓണർഷിപ്പ് റിവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.